ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ്ഗ് വെച്ചുള്ള റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മൈദ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1/2 കപ്പ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നതാണ് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സവോള ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ നമ്മുടെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടി അല്ല ഇപ്പോൾ ആഡ് ചെയ്യുന്നത്, വലിയ ജീരകം ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് ഞാൻ ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് നമ്മുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കിതിനി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് ബട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് സാധാ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പകുതി ഒഴിച്ചു കൊടുക്കാവുള്ളൂ, ഫുൾ ഒഴിച്ചു കൊടുക്കരുത്. പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുക്കാം. നമ്മൾ ആക്കി വെച്ചിട്ട് ഗ്രേവി മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇലകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ആ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുട്ട ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്താണ്. ഇത് നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഈവനിങ്ങിൽ ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഈ മുട്ടയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് നമ്മൾ തീയെ ഏറ്റവും കുറച്ച് വയ്ക്കുക, അത്രയും കുറച്ച് വെച്ച് നമ്മൾ ഇതാക്കി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ മേൽവശം കുറച്ചാവണേ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാനിലേക്ക് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നോക്കി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.